ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചാളക്കറിയാണ്. ചാള മുളകിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ചാളയെല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്, വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ നമുക്ക് നോക്കണ്ടേ, എന്തൊക്കെയാണെന്നുള്ള സാമഗ്രികൾ നമുക്ക് നോക്കാം. നമ്മളിതിനകത്ത് ഉപയോഗിക്കാം, നമ്മൾ കറിക്ക് വേണ്ടി ഇടാൻ പോകുന്ന സാധനങ്ങൾ: തക്കാളി, ഒരു ചെറിയ സവാള ഉള്ളി, മീഡിയം സൈസ് സവാള ഉള്ളി എടുത്താൽ മതി കേട്ടോ. പിന്നെ 3 പച്ചമുളക്. ഇതെല്ലാം എടുത്ത് നല്ലോണം ക്ലീൻ ചെയ്ത് വെള്ളത്തിനകത്താക്കിയിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി എടുത്ത് ചെറിയ ഇതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ അരിയുന്നത് ചെറുതോ വലുതോ അത് നമ്മുടെയൊക്കെ ഇഷ്ടം പോലെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അരിഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ സവാള ഉള്ളിക്ക് വരുന്നെങ്കിൽ ചുമന്നുള്ളി ഇഷ്ടമെങ്കിൽ അത് യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. എനിക്ക് ഇച്ചിരി എളുപ്പം സവാളയാണ്, കാരണം ചുമന്നുള്ളി നമ്മൾ ഇരുന്ന് തൊലിച്ച് ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് ടൈം എടുക്കും. എന്തെങ്കിലും സവാള ഉള്ളിയെല്ലാം ചെറിയ പീസായിട്ടൊക്കെ അരിഞ്ഞ് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിനി തക്കാളി അരിയെടുക്കാം. തക്കാളി ഞാൻ 4 എണ്ണമാണ് എടുത്തേക്കുന്നത്. നമുക്ക് പുളി കുറച്ച് ഉപയോഗിച്ചാൽ മതി, ഒരുപാടായിട്ട് പുളി ഒഴിക്കേണ്ടത്. തക്കാളി പെട്ടെന്ന് വേവുന്ന ഒരു സാധനമാണ്. ചെറുതായിട്ടോ വലുതായിട്ടോ അരിയാം. ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. എനിക്കതിൽ ഇങ്ങനെ കുഞ്ഞായിട്ട് അരിയുന്നതാണ് ഇഷ്ടം, എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അത് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. നമുക്കിനി തക്കാളിയെല്ലാം നമുക്ക് നല്ല സെറ്റായിട്ട് ചെറിയ രീതിയിലെല്ലാം അരിഞ്ഞെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലാണ്. രണ്ടും കൂടെ ഒന്നിച്ചിട്ട് നമ്മൾ ഒരു കാരണവശാലും വഴറ്റെടുക്കും, രണ്ടായിട്ടേ വഴറ്റാവുള്ളൂ. പിന്നെ നമുക്ക് പച്ചമുളക് 3 എണ്ണം എടുത്തത്, അത് ഞാൻ ചെറുതായിട്ടൊന്നുമല്ല അരിഞ്ഞേക്കുന്നത്. അത് നടുക്കുന്ന ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊളന്ന് കൊടുക്കുകയാണ് ചെയ്തത്, വെട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് നമ്മൾ കീറിയിടണ്ട, ചെറുതായിട്ടൊന്ന് കീറി വെച്ചാൽ മതി. അതിനുശേഷം കുറച്ച് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളിയും ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഇഞ്ചി ഞാൻ ചെറിയ പീസായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഇനിയിപ്പോൾ അരിയാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് കല്ലിനകത്ത് വെച്ച് ചതച്ചെടുക്കുക. നമ്മൾ ഇടിയല്ലുണ്ടല്ലോ, അതിനകത്ത് വെച്ച് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് ചതച്ചെടുക്കുക. അത് നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഓരോരുത്തർക്ക് ഓരോ രീതി ഇഷ്ടമാണല്ലോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഇട്ട് ചതച്ചെടുത്ത് എങ്ങനെ അരിഞ്ഞിട്ടാലും നമ്മൾ കഴിക്കുമ്പോൾ ഇഞ്ചി കടിക്കത്തില്ലെന്ന്. ഒരു കാരണവശാലും ഇഞ്ചി കടിക്കില്ല. നമ്മളത് നല്ല രീതിയിൽ വഴറ്റിയെടുത്താൽ മാത്രം മതി. ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. അന്നേരം നമ്മൾ അത് മൂപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ സവാളയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നതാണല്ലോ. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകുന്നത്, നമുക്ക് ഒരു ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് ഇതെല്ലാം ഒന്ന് പൊട്ടി കറക്റ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിട്ട് ഫ്രൈ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതിനകത്ത് ഇട്ട ഉടനെ നല്ല ചൂട് തിളച്ച എണ്ണയല്ലേ, അതിനകത്താണ് നല്ലോണം വഴന്ന് കിട്ടുന്നുണ്ട് കേട്ടോ സാധനം. നമുക്ക് നല്ലോണം അത് വെന്ത് ബ്രൗൺ ഷെയ്ഡിലാക്കി ഇട്ടിട്ടുണ്ട്. ഇതിനി കടിക്കത്തില്ല എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ കറി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കാണും, പക്ഷേ അത് ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ കഴിക്കുമ്പോൾ കടിക്കുന്നതിൻ്റെ ഫീൽ തോന്നില്ല. പിന്നെ അതിനുശേഷം നമ്മൾ സവാളയാണ് തട്ടുന്നത്. നമ്മൾ 2 സവാളയാണ് അരിഞ്ഞത്, നമുക്ക് ഇത്ര ഉണ്ട്. പക്ഷേ ഇത് വഴറ്റി വരുമ്പോഴത്തേക്കും സാധനം കുറച്ചേ കാണത്തുള്ളൂ. അത് നമുക്കിനി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ആ പാത്രത്തിൽ നിന്നെല്ലാം തോണ്ടി പറക്കി ഇടുകയാണ്, ഒരെണ്ണം പോലെ പാത്രത്തിൽ വെക്കുന്നില്ല. നിങ്ങളിങ്ങനെ ആണോ എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം തോണ്ടി പറക്കി ഒരെണ്ണം പോലും ഇല്ലാതെ തട്ടിയിടും. എന്നിട്ട് നല്ലോണം ഉപ്പിട്ട് വഴറ്റുന്നത് എത്ര നല്ലതാണ്, കാരണം ഉപ്പിട്ട് വഴറ്റുന്നത് പെട്ടെന്ന് നമുക്കൊന്ന് വാടിക്കിട്ടും ഉള്ളി. കുറേ സമയം കിടന്ന് നമുക്കിനി ഇളക്കിയെടുക്കണ്ട. ഞാൻ അതുകൊണ്ട് കുറച്ച് ഉപ്പിടുന്നുണ്ട്. നമ്മൾ ഇടുമ്പോൾ നമ്മൾ കറിയെല്ലാം സെറ്റായി വരുന്ന സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം പിന്നെ ഉപ്പിടുള്ളൂ. വേണമെങ്കിൽ മാത്രം നമ്മൾ ഉപ്പിട്ടാൽ മതിയല്ലോ, പിന്നെ ഉപ്പിടണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ഏകദേശമൊക്കെ ഉള്ളി വഴന്ന് വരാറായി. നല്ലോണം വഴന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് തക്കാളിയും കൂടെ തട്ടിയിടണം. നമ്മുടെ ഉള്ളിയെല്ലാം നല്ലോണം വഴന്ന് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ തക്കാളി തട്ടിയിട്ടുണ്ട്. നമ്മൾ 4 തക്കാളിയാണ് എടുത്തത്, അത് ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നേരത്തെ അതിനകത്തിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ തക്കാളിയെല്ലാം തട്ടി നല്ലോണം നമ്മളത് വഴന്ന് വരുന്നത് നമ്മൾ നല്ല രീതിയിൽ മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇളക്കി. തീരെ കുറച്ച് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. കൂടെ പിന്നെ മസാല ഇട്ടിട്ടുണ്ട്. തക്കാളിയും എല്ലാം നല്ല വഴന്നുമ്പോഴത്തേക്കും ഞാൻ മസാല ഇടും. ആദ്യം ഞാൻ മുളക് പൊടിയാണ് ഇട്ടത്. മുളക് പൊടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ എരി അനുസരിച്ച് വേണം മുളക് പൊടി ഇടേണ്ടത്. എരി കുറച്ച് മതി, അനുസരിച്ച് എരി കുറയ്ക്കണം. പിന്നെ അതിന് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മിസ്റ്റേക്ക് പറ്റിപ്പോയി. മല്ലിപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇട്ടതിന്. അതിന് ശേഷമാണ് മല്ലിപ്പൊടി ഇടുന്നത്. അത് ഓരോരുത്തരുടെ അളവനുസരിച്ച് ഇടാം കേട്ടോ. അതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം എല്ലാം കൂടെ പച്ചമണം മാറി നമ്മൾ മിക്സാക്കി എടുക്കണം. അതിന് ശേഷം
വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ ഇട്ടുകൊടുക്കണം. തിളച്ചതിന് ശേഷം മാത്രമേ മീനിടാവുള്ളൂ. കറിയുടെ ഇതെല്ലാം നല്ല രീതിയിൽ തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മീനിട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആദ്യമേ ഉള്ളി വഴറ്റാനായിട്ട് ഉപ്പിട്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഉപ്പ് മീനിട്ടതിന് ശേഷം. മീനിട്ട് ഉടനെ നോക്കരുതും, കാരണം പച്ച മീനൊരിച്ച വരും. ഒന്ന് ജസ്റ്റ് ഒന്ന് മീനൊന്ന് പകുതി വേവാകുമ്പോഴത്തേക്ക് നോക്കിയാൽ മതി കേട്ടോ. പകുതി വേവ് നമുക്ക് ഇങ്ങനെയെല്ലാം ഇട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെള്ളമെല്ലാം കറക്റ്റ് അളവാണ് വെച്ചേക്കുന്നത്. ഒരുപാട് വെള്ളം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിച്ചെടുക്കാം. ഇളം ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ആൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ, സീ യു.